നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിറത്തെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകി. പുലക്കാട്ടുകര കല്ലൂർ മഠം റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. റോഡ് തകർച്ച ചൂണ്ടിക്കാണിച്ചാണ് റോഡ് തടഞ്ഞത്. ആറ്റപ്പള്ളി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വീണ്ടും സഭയിൽ ഉന്നയിച്ച് KK രാമചന്ദ്രൻ MLA. പുതുക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് തൊട്ടടുത്ത വീടുകൾക്ക് അപകട ഭീഷണിയാണെന്ന പരാതി. വാർത്തകൾ വിശദമായി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഭൂരേഖകളും പഞ്ചായത്തുകളുടെ അഭിപ്രായങ്ങളും പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് 8711.98 ചതുരശ്ര കിലോമീറ്റർ എന്നതിൽ നിന്നും വിസ്തൃതി കുറയാനുള്ള സാധ്യതയുണ്ട്. സാങ്കേതിക സഹായത്തോടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും ജനാഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടും നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിസ്തൃതി നിർണയമായതിനാൽ ഇത് കേന്ദ്ര മന്ത്രാലയം അംഗീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃക്കൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിറത്തെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ACP പാനൽ നവീകരിക്കുന്നത് LDF അംഗങ്ങൾ ചേർന്ന് തടഞ്ഞിരുന്നു. ഒരു പ്രശ്നവുമില്ലാതിരുന്ന ACP പാനലിന്റെ ചുവന്ന നിറത്തിലുള്ള സ്റ്റിക്കറിന് പകരം നീല നിറത്തിലുള്ള സ്റ്റിക്കർ പതിക്കാൻ തീരുമാനിച്ചതുമൂലം ആയിരക്കണക്കിന് രൂപ നികുതി പണം UDF ഭരണസമിതി ധൂർത്തടിക്കുകയായിരുന്നുവെന്നാണ് LDFന്റെ പ്രധാന ആരോപണം. നവീകരണം LDF പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ കരാറുകാരനോട് പണികൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടും നവീകരണ പ്രവർത്തികൾ നടത്താൻ ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിച്ചതായി LDF അംഗമായ കപിൽ രാജ് ആരോപിച്ചു. നിറമാറ്റലാണ് വലിയ വികസനമെന്ന് കരുതുന്നത് തെറ്റാണ്. ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ ഫണ്ടില്ലെന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ ഇത്തരം അനാവശ്യ ധൂർത്ത് നടത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വലിയ തുക വകയിരുത്തുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും കപിൽ പറഞ്ഞു. തൃക്കൂര് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വിഷയം നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നതാണ്. നമുക്കറിയാം, തൃക്കൂര് പഞ്ചായത്തിനകത്ത് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടക്കുന്നത്. ഇപ്പോ പഞ്ചായത്ത് AE ഇംപ്ലിമെന്റ് ഓഫീസറായ ഈ ഒരു പദ്ധതി നിർത്തിവെക്കാനായിട്ട് AE ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഈ ഉത്തരവ് ഇപ്പോൾ ഉള്ളപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്ന് നോക്കുന്നതുകൊണ്ട് ഇവിടെ ഗുണ്ടായസം കാണിച്ചുകൊണ്ട് ഈ വർക്ക് ഇവിടെ തുടരുകയാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ആരോപിച്ചു. നിരവധി നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകിയ നവീകരണ ജോലികൾ തടഞ്ഞതോടെ വികസനത്തെയാണ് LDF അംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കാലാനുസൃതമായ മാറ്റങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ വരുത്തേണ്ടത് അനിവാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന അവസരത്തിൽ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും സുന്ദരി മോഹൻദാസ് കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് മെയിൻ്റെനൻസ് എന്ന പദ്ധതി നടപ്പിലാക്കിയുകൊണ്ട് സ്പിൽ ഓവർ പദ്ധതിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ സാഹചര്യത്തിൽ വർക്ക് ടെൻഡർ എടുക്കുകയും അത് എഗ്രിമെന്റ് വെച്ച് വർക്ക് നടത്തുന്ന സാഹചര്യത്തിൽ LDF അംഗങ്ങളും LDF പ്രവർത്തനം വന്ന് വർക്ക് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. ബഹളമുണ്ടാക്കിക്കൊണ്ട് അവരുടെ കയ്യൂക്ക് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തലാക്കിയത്. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ഉണ്ടായി. എന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ കടത്തിവിടുകയും താൽക്കാലികമായി ആ ദിവസം വർക്ക് നിർത്തിവെക്കുകയും ഉണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരവും ഒപ്പം തന്നെ DPC അംഗീകാരവും ലഭിച്ചിരുന്ന ഈ പദ്ധതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ വർക്കുകൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് ചില തൽപരകക്ഷികൾ, പ്രത്യേകിച്ച് LDF അംഗങ്ങൾ ഈ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പോലീസുമായി ബന്ധപ്പെട്ട് അധികാരികളെ സമീപിക്കുകയും അതിനെ തുടർന്ന് SI, CI എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ ഈ ഭരണസമിതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇങ്ങനെ പോയാൽ
ഈ ഭരണസമിതിയുടെ കാലയളവിൽ പല പ്രവർത്തനങ്ങളും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് LDF അംഗങ്ങൾ പോകുന്നത്. ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പുലക്കാട്ടുകര കല്ലൂർമഠം റോഡിലൂടെ വലിയ ഭാരവാഹനങ്ങൾ പോകുന്നത് തടഞ്ഞ് നാട്ടുകാർ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. റോഡ് തകർച്ച ചൂണ്ടിക്കാണിച്ചാണ് റോഡ് തടഞ്ഞത്. വലിയ ഭാരവാഹനങ്ങൾക്ക് നിരോധനമുള്ള റോഡാണ് പുലക്കാട്ടുകര മഠം റോഡ്. എന്നാൽ നിരോധനം അവഗണിച്ച് നിരന്തരം വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി. റോഡിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്തേക്കുള്ള കുടിവെള്ള ജലസേചന പൈപ്പുകൾക്കും വലിയ ഭാരവാഹനങ്ങൾ ഭീഷണിയായതോടെയാണ് നാട്ടുകാർ വണ്ടികൾ തടഞ്ഞത്. പഞ്ചായത്ത് റോഡായതിനാൽ മരാമത്ത് നിലവാരത്തിലും താഴെയുള്ള നിർമ്മാണമാണ് റോഡിൻ്റേത്. അതിനാൽ 10 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളെ താങ്ങാൻ ഈ റോഡിന് ശേഷിയില്ല. മഠം വഴിയിലും പുലക്കാട്ടുകര വഴിയിലും വലിയ ഭാരവാഹനങ്ങൾ കടന്നു പോകരുതെന്ന ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും സാമൂഹ്യവിരുദ്ധർ ബോർഡ് പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളടക്കം നിരന്തരം ഇതുവഴി എത്തിയതോടെ വഴി തകർന്നു തുടങ്ങി. റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നും വേനൽക്കാലത്ത് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സ്ഥിതിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അംഗം അനു പനങ്കോടൻ പറഞ്ഞു. ഈ റോഡ് വീതി കൂട്ടി ചെയ്യുന്നതായിട്ടുള്ള ചർച്ച തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ളവർ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് വലിയ വാഹനങ്ങൾ ഇതിൽ വിടാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇതിൽ വരാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വണ്ടികൾ, ഗ്യാസ് വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ ഇതിലെ പോയാൽ വളരെയധികം അപകടമുണ്ടാകും. നമ്മൾ കേവലം ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഇതിലാണ് ചെയ്തിരുന്നത്. 2 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഈ റോഡുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാകും, റോഡുകളും പെട്ടെന്ന് നാശമാകും. ഞങ്ങൾക്ക് ടോളിന് സമാന്തരമായിട്ട് പുലക്കാട്ടുകര ഷട്ടർ പാലം പണിതതിന് ശേഷം ഈ റോഡ് വീതി കൂട്ടിയപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഭാരവാഹനങ്ങൾ ഒന്നും കടത്തിവിടുന്നില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡായതുകൊണ്ട് അതനുസരിച്ചുള്ള റോഡാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതിനുശേഷം ഈ വഴിയിൽ കംപ്ലീറ്റ് വണ്ടികൾ ഭാരവാഹനങ്ങൾ അമിതമായ ഭാരങ്ങൾ കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഞങ്ങളുടെ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതിയുടെയും നനവെള്ള പദ്ധതിയുടെയും പൈപ്പുകളെല്ലാം ഈ റോഡിൻ്റെ നടുക്കിലൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഈ അമിത വാഹനങ്ങളുടെ കണ്ടമാനുള്ള ഓട്ടം കാരണം നമ്മളെ സംബന്ധിച്ച് റോഡുകൾ പൊളിയുകയും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലം നമുക്ക് കുടിവെള്ളത്തിനോ നനവെള്ളത്തിനോ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരുന്നു. ഇത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. റോഡ് പൊതുമരാമത്ത് ഏറ്റെടുത്ത് നവീകരിച്ചാൽ മാത്രമാണ് ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന പാതയാവൂ. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് ഒടുവിലാണ് പുലക്കാട്ടുകര മഠം ഷട്ടർ റോഡ് 1 വർഷം മുൻപ് പൂർത്തീകരിച്ചത്. വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് റോഡിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത്. ഇനി റോഡ് തകർന്നാൽ ഏതാനും വർഷത്തേക്കെങ്കിലും വലിയ തുക അനുവദിപ്പിച്ച് പുനർനിർമ്മാണം നടക്കില്ലെന്ന് ഇവർ പറയുന്നു. മണലിപ്പുഴയ്ക്ക് കുറുകെ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് ഓടിത്തുടങ്ങാനായത്. പാലം ഭാരം താങ്ങാവുന്ന മികച്ച രീതിയിലുള്ള നിർമ്മാണമായിരുന്നുവെങ്കിലും കല്ലൂർ ഭാഗത്തേക്കുള്ള റോഡ് പഞ്ചായത്ത് റോഡായതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വരും ദിവസങ്ങളിലും വലിയ ഭാരവാഹനങ്ങളെ തടഞ്ഞ് തിരിച്ചയക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. വരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വീണ്ടും സഭയിൽ ഉന്നയിച്ച് KK രാമചന്ദ്രൻ MLA. നിയമസഭയിൽ 3ാം തവണയാണ് KK രാമചന്ദ്രൻ MLAയുടെ സബ്മിഷൻ. റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ്, ആ റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ട് ആ റോഡിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ 1 വർഷത്തിലേറെയായിട്ട് അത് സൗകര്യപ്പെടുന്നില്ല. അത് തടഞ്ഞു വച്ചേക്കുകയാണ്. റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിനെ തുടർന്ന് സുരക്ഷിതമായി റോഡ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനും റെഗുലേറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെക്കുകയും പ്രസ്തുത കമ്മിറ്റി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ ആറ്റപ്പള്ളി കടവിൽ നിർമ്മിച്ചിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളായ
റെഗുലേറ്റർ വിയറുകൾ, ഷട്ടറുകൾ, ഇടത് വലതുകരകളുടെ സംരക്ഷണ ഭിത്തികൾ, ഡൗൺ സ്ട്രീം, അപ്സ്ട്രീം എപ്രോണുകൾ, അപ്രോച്ച് റോഡ് എന്നിവ പൂർത്തീകരിക്കാനായി 7 കോടി രൂപയുടെ ഭരണാനുമതിയോടെ സർക്കാർ പദ്ധതി വിഹിതത്തിൽപ്പെടുത്തി 3/10/2016 പണികൾ ആരംഭിക്കുകയും 31/5/2019 ഭാഗികമായി പൂർത്തീകരിക്കുകയും. ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് പണി പൂർത്തീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. പുതുക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് തൊട്ടടുത്ത വീടുകൾക്ക് അപകട ഭീഷണിയാണെന്ന് പരാതി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. മൊബൈൽ ടവർ നിർമ്മാണത്തിനായി ഉയർന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കുഴിച്ചെടുക്കുന്നതാണ് അപകട സാധ്യത ഉണ്ടാക്കുന്നതായി ആക്ഷേപം. ഈ കുഴി എടുത്തിരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കൊക്കാലി ലാസർ ഭാര്യ ഷീനയുടെ വീടും കിണറും പരിസരവും സമീപത്തെ മറ്റു വീട്ടുകാരുമാണ് അപകട ഭീതിയിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഭൂമിയാണിത്. മണ്ണിളക്കമുള്ള ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ഷീനയുടെ അതിർത്തിയിൽ നിന്നും പാലിക്കേണ്ടതായ അകലവും സ്വകാര്യ വ്യക്തി പാലിച്ചിട്ടില്ലെന്ന് ആരോപണമുയരുന്നുണ്ട്. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പഞ്ചായത്ത് അംഗം CP സജീവൻ, പൊതുപ്രവർത്തകനായ ലിൻസൺ പല്ലൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ പ്രദേശവാസികൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറിക്കും പുതുക്കാട് പോലീസിലും പരാതി നൽകി. കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ ഓർഡറും പരിസരവാസികൾ വാങ്ങിയിട്ടുണ്ട്. വെട്ടുകാട് പുളിഞ്ചോട്ടിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പുളിഞ്ചോട് നിരപ്പേക്കുടിലിൽ ജോണിയുടെ 100-ൽ പരം പൂവൻ വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. 4 മാസം വളർച്ചയെത്തിയ 120ഓളം ടിഷ്യൂ കൾച്ചർ പൂവൻ വാഴകളാണ് പന്നിക്കൂട്ടം കുത്തിമറിച്ചത്. കർഷകന്റെ മാസങ്ങളുടെ അധ്വാനമാണ് പന്നിക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞത്. ഇതേ സ്ഥലത്ത് 4 മാസം മുമ്പ് ഇതേ കർഷകന്റെ 200ഓളം വാഴകൾ പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഒരു വാഴയ്ക്ക് ഏകദേശം 150 രൂപയോളം ചെലവ് വന്നതായി കർഷകനായ ജോണി പറയുന്നു. ഇപ്പോൾ 120 വാഴകളും അത് ടിഷ്യൂ കൾച്ചറിൻ്റെ മാരക്കൽ നിന്ന് വന്ന് മേടിച്ചുകൊണ്ടെന്ന് വെച്ചതാണ്. അത് മൊത്തം പന്നികളൊന്നും ഇതുപോലെ 4 മാസം മുമ്പും അതായത് പറയുമ്പോഴത്തേക്കും മൊത്തം 450 വാഴയുണ്ട്. ഈ 450 വാഴയിൽ 4 മാസം മുമ്പും 10-200 ജില്ല വാഴ പന്നി നശിപ്പിച്ച് കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 10-200 വാഴ. ആ 200 വാഴയ്ക്കും ഈ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ചിലവ് തന്നെ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം പ്രസിഡന്റ് കൊല്ലേരി ദിവാകരൻ നിർവഹിച്ചു. ചൊവ്വാഴ്ച രാത്രിയിൽ പൂക്കോട് പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബുധനാഴ്ച രാത്രി 7-ന് മൃദംഗനാദം, ഭക്തിഗാന സുധ എന്നിവ അരങ്ങേറും. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ADGP P വിജയനെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിച്ചു. ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവിറങ്ങി. നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറാണ്. ഇന്റലിജൻസ് വിഭാഗം മേധാവി മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയതോടെയാണ് പകരം P വിജയനെ നിയമിച്ചിരിക്കുന്നത്. പോലീസ് അക്കാദമി ഡയറക്ടറായി എറണാകുളം റേഞ്ച് IG A അക്ബറിനെയും നിയമിച്ചു. ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ കൃഷിയെ സാരമായി ബാധിക്കുന്നു എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അഗ്രികൾച്ചറൽ പ്രൊഫസർ ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ NI റോഷിനി സന്നിഹിതയായി. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യവും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് അതേമാതിരി തന്നെ നമ്മൾ ഉൽപാദനക്ഷമത ഈ 2050 വർഷം അത് 2024 50 ആവുമ്പോഴേക്കും ജനങ്ങളുടെ കോടി 900 ആണ് വരുന്നത്. 900 കോടി ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മണ്ണിന്റെ ഉൽപാദനക്ഷമത കൂട്ടിയേ പറ്റുമോ? നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞ മണ്ണറിഞ്ഞിട്ട് ഒരാളും കൃഷി ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട എന്തുട്ടാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ ഒരു തെങ്ങിൻ തൈ മേടിച്ചു, അല്ലെങ്കിൽ ഒരു മാവിൻ തൈ മേടിച്ചു, ഒരു കഴുങ്ങിൻ തൈ മേടിച്ചു. ഇവിടെ ഇരിക്കുന്നത് കഴുങ്ങുകൾ, തെങ്ങുകൾ മേടിച്ചു, കഴുങ്ങുകൾ മേടിച്ചു, മാവ് മേടിച്ചു, പ്ലാവ് മേടിച്ചു, കുറെ കൂട്ടുകൾ മേടിച്ചു, പച്ചക്കറികൾ മേടിച്ചു. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നേ? കൃത്യമായ ഒരു പരിപാലനം അതിനെ കൊടുക്കുന്നില്ല. ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളെല്ലാം വേണ്ടുവോളമുള്ള പഴമാണ് പേരയ്ക്ക. പേരയ്ക്ക മാത്രമല്ല, പേരയിലയിലും നിരവധി ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്. റിപ്പോർട്ട് കാണാം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പേരക്കയും പേരയിലയും സഹായിക്കുന്നു. വിറ്റാമിൻ എ, പൊട്ടാസ്യം, കാൽസ്യം, ഫൈബർ എന്നിവയും പേരക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പേരക്കയിലെ പൊട്ടാസ്യം, ഫൈബർ എന്നിവയുടെ സാന്നിധ്യം ശരീരത്തിലെ LDL കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും. പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. പേരയിലയുടെ നീര് സ്ത്രീകളിലെ ആർത്തവ വേദനകൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ്. ദിവസവും പേരയിലയുടെ നീര് കുടിക്കുന്നത് ആർത്തവ സമയത്തെ വേദനകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ പേരയ്ക്ക ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വിറ്റാമിൻ സിയുടെ കലവറ കൂടിയാണ് പേരയ്ക്ക. ശരീരത്തിലെ ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പേരക്കയിലെ ധാതുഘടകങ്ങൾക്ക് സാധിക്കുന്നു. ചർമ്മത്തിന്റെ സൗന്ദര്യം നിലനിർത്താൻ പേരക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു. കൂടാതെ പേരയില നീര് മുഖത്തെ പാടുകളും മറ്റും ഇല്ലാതാക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ആംബുലൻസ് ഓടിക്കുന്നതിന് തയ്യാറായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ ഡ്രൈവർ ലൈസൻസ് രേഖകൾ സഹിതം ഒക്ടോബർ 14 വൈകുന്നേരം 4 മണിക്ക് മുൻപായി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ്, പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം, പന്തല്ലൂർ, നെല്ലായി PO, പിൻകോഡ് 680305 എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയക്കേണ്ടതാണ്. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിലാണ് അപേക്ഷ എത്തിക്കേണ്ടത്. തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ HMC മുഖേന താൽക്കാലിക ഒഴിവിലേക്കുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. എക്സ്റേ ടെക്നീഷ്യൻ, തെറാപ്പിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ക്ലറിക്കൽ അസിസ്റ്റന്റ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ. ഒക്ടോബർ 14 മുൻപ് അപേക്ഷ നൽകണം. 16, 17 തീയതികളിലായിരിക്കും ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾ ആശുപത്രി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപയും പവന് 56,800 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കിനിയത്ത് ചക്കാലയ്ക്കൽ വിൻസെന്റ് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നെന്മണിക്കര തട്ടിൽ പിടിയത്ത് ജോസ് ഭാര്യ വത്സ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 നെന്മണിക്കര സെയിന്റ് മേരീസ് പള്ളിയിൽ. സ്റ്റെഫി, ക്രിസ്റ്റി എന്നിവർ മക്കളും പ്രസ്ലി, അഖിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിറത്തെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകി. പുലക്കാട്ടുകര കല്ലൂർ മഠം റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. റോഡ് തകർച്ച ചൂണ്ടിക്കാണിച്ചാണ് റോഡ് തടഞ്ഞത്. ആറ്റപ്പള്ളി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വീണ്ടും സഭയിൽ ഉന്നയിച്ച് KK രാമചന്ദ്രൻ MLA. പുതുക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് തൊട്ടടുത്ത വീടുകൾക്ക് അപകട ഭീഷണിയാണെന്ന പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.